നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഈ ദിവസം നമ്മൾ കേരളം മുഴുവൻ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ വലിയ തരത്തിൽ ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടെടുത്ത് നോക്കുമ്പോൾ ഈ കരുവന്നൂർ ബാങ്കിന്റെ മാനേജറായി പ്രവർത്തിച്ചിരുന്ന സുരേഷ് സാർ നമ്മോടൊപ്പം ഇന്ന് ചേരുകയാണ്. സാർ നമസ്കാരം. സാറേ, എങ്ങനെയുണ്ട് ഈ തവണത്തെ ഇലക്ഷന്റെ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ ഈ ദിവസം വോട്ടെടുപ്പ് ദിവസം എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ഒരു നല്ലൊരു മാർജിനോട് കൂടി വിജയിക്കും എന്നുള്ളൊരു നിഗമനമാണ് ഇതുവരെ കാണുന്നത്. അതായത് വരുന്ന ഒട്ടുമുഖ്യ ആളുകളും സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത്. ഈ സ്ത്രീ ജനങ്ങളുടെ വോട്ടാണോ കൂടുതലായിട്ട് BJP പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായിട്ടും സ്ത്രീ ജനങ്ങളുടെ വോട്ട് കൂടുതലായിട്ട് കിട്ടാൻ സാധ്യത ഉണ്ട്. അത് കിട്ടുകയും ചെയ്യത് അത് ജാതി മതം കൂടാണ്ട് സുരേഷ് ഗോപിയുടെ വ്യക്തി ആ പ്രാധാന്യം വെച്ചിട്ട് ഒരു നല്ലൊരു മനസ്സിനുടമ, നല്ലൊരു സന്നദ്ധ സേവനം എന്നൊക്കെ രീതിയിൽ ആ മനുഷ്യത്വം കണ്ടുകൊണ്ട് സ്ത്രീകളുടെ ഇടയിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരുവന്നൂർ ബാങ്കിന്റെ വിഷയം പറഞ്ഞല്ലോ, അതാണ് പ്രധാനമായിട്ട് ഈ തവണ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ ചർച്ചയായ ഒരു വിഷയം. അപ്പോൾ ഈ കരുവന്നൂർ ബാങ്കിന്റെ ജീവനക്കാരനായിരുന്നു താങ്കൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന താങ്കൾ, CPM നേതാവായിരുന്ന താങ്കൾ BJPയിലേക്ക് മാറുന്നത് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോ എന്താണ് കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ സമയത്ത്? കരുവന്നൂർ ബാങ്കിന്റെ വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അധികം വഞ്ചിക്കപ്പെട്ടത് ഇവിടുത്തെ CPMന്റെ ആളുകൾ തന്നെയാണ്. CPMന്റെ CPUവിന്റെ ആളുകളാണ് ചതിക്കപ്പെട്ടതൊക്കെ തന്നെ. ഭരണസമിതി അംഗങ്ങളടക്കം ചതിക്കപ്പെട്ടത് അവരാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ നല്ലൊരു ആളുകൾ സ്വാഭാവികമായിട്ട് BJPക്കും സുരേഷ് ഗോപിക്കും അനുകൂലമായിട്ട് എടുക്കുന്ന നിലപാട് ഇവിടെ ഉണ്ട്. കരുവന്നൂർ മാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തില് പുത്തൂരുണ്ട്, പറപ്പൂക്കരുണ്ട്, ഇരിങ്ങാലക്കുട ഓട്ടോ സന്നസംഘം, പുത്തൂര്, തുമ്പൂര്, ഒരു ഏകദേശം 75,000-ഓളം നിക്ഷേപകര് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ. അപ്പോൾ ഞങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടല്ലോ, സാധാരണ സംഘടന പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടുന്നുള്ള ആ പ്രതീക്ഷ ഞങ്ങൾ ഇവരൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ 75,000 നിക്ഷേപകരുണ്ടെങ്കിൽ ഒരു 3 വോട്ട് കൂട്ടുകയാണെങ്കിൽ 2,25,000-ഓളം ആളുകളുടെ വോട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക യൂണിറ്റ് തന്നെ BJP സാധാരണ സെല്ലിന്റെ രീതിയിൽ ജില്ല ഒട്ടേക്ക് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് വലിയൊരു ഗുണം ചെയ്യത്. അതെ, ഈ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, BJP ഒരു ഹിന്ദു വർഗീയ പാർട്ടിയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരമുണ്ട്. മണിപ്പൂർ അടക്കമുള്ള പല വിഷയങ്ങളുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മണിപ്പൂരിനെ സംബന്ധിച്ച് സാധാരണ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അതിപ്പോൾ ഇന്ന് ഒന്നിരണ്ടായ സംഭവമല്ല. അത് നൂറ്റാണ്ടുകളായിട്ട് വന്നൊരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പോരാണ്. ഈ 2 ഗോത്രങ്ങളിലും എല്ലാ വിഭാഗക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായില്ല. അവിടുത്തെ ബിഷപ്പ് തന്നെ അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഒരു മതവൈരാഗ്യമല്ല, മതവിദ്വേഷമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഇവിടെ വെച്ച് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു മാറ്റം, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ മുസ്ലിം യുവതികളിൽ സുരേഷ് ഗോപിക്കും BJPക്കും അനുകൂലമായിട്ട് ട്രെൻഡ് വരുന്നുണ്ട്. അതാണ് കൊച്ചുകുട്ടി ഇപ്പോൾ പാട്ട് പാടുന്ന തങ്ങളുടെ ചാനലുകളോ ആ പാട്ട് പാടുന്ന അവസ്ഥയിൽ അവരുടെ ഉമ്മയും അവരുടെ വീട്ടുകാരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി ഒപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ വന്നത്. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇവർ പറഞ്ഞു വരുത്തിയ ആ പേടിയൊക്കെ മാറിയിട്ടുണ്ട്. തങ്ങളെ സംരക്ഷിക്കുന്നതും അതിന്റെ പൂർണ്ണ ചുമതല ഇവിടെ രാജ്യം ഭരിക്കുന്ന BJPക്ക് ആണെന്നുള്ള ബോധ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ കരുവന്നൂരിലെ ആ ഒരു വിഷയം ഈ ഒരു സമയത്തൊന്ന് ഓർത്തെടുക്കാൻ സാധിക്കും? ആ ഒരു പ്രശ്നങ്ങൾ ആദ്യം മുതലുണ്ടായ ജസ്റ്റ് ഒന്ന് പറയാൻ സാധിക്കും? സ്വാഭാവികമായിട്ടും കരുവന്നൂർ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12 പേരുടെ ജീവൻ പൊലിഞ്ഞൊരു ഗേദകരമൊരു 2 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ബാക്കി 10 പേരോളം ഇങ്ങനെ ചികിത്സയ്ക്ക് പണം കിട്ടാനും അല്ല അതിന് അനുബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്നു. ആത്മഹത്യ ചെയ്ത ആളുകൾ അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. ആത്മഹത്യ ചെയ്യേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണം തട്ടിയെടുത്ത് CPM കൂട്ടുന്നിട്ട് വലിയ ആളുകൾ AC മോദിനൊക്കെ കൂട്ടുന്ന വലിയ ആളുകളാണ് പണം തട്ടിയെടുത്തത്. പക്ഷെ അവരുടെ ബിനാമിൽ നിന്ന് പണം ഈടാക്കുന്നതിന് പകരം സാധാരണ മരുന്ന് വാങ്ങുന്നതിന്, കുട്ടികളുടെ കല്യാണത്തിനോ മറ്റുള്ള ചിലർക്ക് വേണ്ടിയിട്ട് നിയമപരമായിട്ട് അവരെ 10 സെന്റ് കിടപ്പാടം പണം വെച്ചവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കുടിയിറക്കി വിടുന്നു പറഞ്ഞുകൊണ്ട് ചെറിയ കുടിശ്ശി വന്നപ്പോൾ അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ റിസൾട്ട് 2 പേരും, ഒന്ന് കോൺഗ്രസ് നേതാവായിരുന്നു 3 ഏട്ടൻ, മറ്റൊന്ന് ജോസഫ് സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരു ചേട്ടനാണ്. ഇവർ 2 പേരും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്ന് ഇവിടെ CPM ആണത്. ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഈ ഒരു വിഷയം പുറത്തു കൊണ്ടുവരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തായിരുന്നു? സ്വാഭാവികമായിട്ടും ഞാൻ അടുത്ത മാനേജറാണ് നൽകി പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ മുന്നേ ചെയ്തു. അവർ ബേബി ജോൺ മാഷ്ക്കും AC മോദിനൊക്കെ പരാതി കൊടുത്തു. അങ്ങനെ പരിഹാരം ഇല്ലാണ്ടായി രൂക്ഷമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ഫൈറ്റ് ഒറ്റ പോരാട്ടം തന്നെയായിരുന്നത് നടത്തിയിട്ട്. പിന്നീട് സാധാരണ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പരാതി കൊടുത്തു. അതുമൂലമാണ് ഇപ്പം ഇന്ന് കാണുന്ന രീതിയിൽ പൊതുജനം അറിയപ്പെടുന്ന എല്ലാ രേഖകളും വിളിച്ചിട്ടായത്. എൻ്റെ 16/1/2019 ഞാൻ അന്ന്
തൃശ്ശൂർ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുത്ത് പരാതി അടിസ്ഥാനം നടത്തി സെക്ഷൻ 65 പ്രകാരമുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെയാണ് പിന്നെ പോലീസ് ആക്ഷൻ മറ്റുള്ള ഇപ്പൊ വന്നിരുന്ന ED അന്വേഷണം ഒക്കെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ഡോക്യുമെന്റ്. ഇതിലെ താങ്കളെ വ്യക്തിഹത്യ ചെയ്യാനോ നശിപ്പിക്കാനോ ഇതിന്റെ ഇടയിൽ CPM-ന്റെ ഭാഗത്തുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു? എന്നെ സ്വാഭാവികമായിട്ടും എല്ലാ രീതിയിലും കളവ് കേസിലും പെണ്ണ് കേസിലൊക്കെ പെടുത്തിയിട്ട് എന്നെ ടാർഗറ്റ് ചെയ്ത് നല്ല ഹറാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ബാങ്കിനകത്ത് ഹറാസ്മെന്റ് ആയിരുന്നു. സ്ട്രോക്ക് വന്ന് തളർന്ന് വീണിട്ടുണ്ട് ഒരു ഹറാസ്മെന്റ് കാരണം. അന്ന് സ്ട്രോക്ക് വന്ന് മരണത്തോട് മല്ലടിച്ചിരിക്കുമ്പോഴും അവനവിടെ കിടക്കേണ്ട വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്ന നിലപാടാണ് ബാങ്ക് ഭരണസമിതി എടുത്തത്. അന്നേരം അവിടെ കണ്ടുന്ന കസ്റ്റമേഴ്സ് തന്നെ കൊണ്ടുപോയി അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ജീവൻ രക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായത്. പിന്നീട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ TP ചന്ദ്രശേഖരന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അദ്ദേഹത്തിനുണ്ടായ വന്നൊരു കാര്യം CPM-നെതിരെ വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ചെയ്ത് പാർട്ടി ഉണ്ടാക്കിയാണ്. അപ്പോൾ കരുവന്നൂര് വിഷയം ഇതുപോലെ തന്നെ വലിയ ചർച്ചയായ ഒരു കാര്യമാണ്. CPM-ന് വലിയ പ്രതിസന്ധി, ഇപ്പോഴും പ്രതിസന്ധിയാണ്. അപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ താങ്കളോട് ഒരു വ്യക്തിവൈരാഗ്യം പാർട്ടിക്കില്ലേ? സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലോക്കൽ നേതൃത്വം ഇല്ലെങ്കിൽ തന്നെ പാർട്ടിക വൈരാഗ്യം കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയും സ്റ്റേറ്റ് പോലീസ് ഇന്റലിജൻസ് വിഭാഗം എനിക്ക് ഭീഷണി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ പോലീസ് വന്നിട്ട് പട്ട ഏർപ്പെടുത്തിയിട്ട് അവർ ഒപ്പിട്ട് പോകുന്ന സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. അപ്പം എന്നോട് രാത്രി പരിപാടികളിലും ആൾക്കൂട്ടത്തിലുള്ള പരിപാടി പരമാവധി വിട്ടു നിൽക്കാനായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ നമ്മുടെ ജോലിയായിട്ട് പോകുന്നു. ഇതിൽ ഈ ഒരു BJP-യുടെ ഭാഗത്ത് നിന്ന് താങ്കൾക്കുള്ള ഒരു പിന്തുണ എങ്ങനെയാണ്? BJP ഈ സമരം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത് വലിയൊരു ജനകീയ സമരമായിട്ട് മാറിയിരിക്കുന്നത്. ജനങ്ങളിൽ എത്തിച്ചതും ഒക്കെ ഉയർത്തി കൊണ്ടുവന്നതും ഈ കർഷകർ ജനവിഭാഗത്തെ ശരിക്കും സംരക്ഷിച്ചൊക്കെ BJP-ആണ്. ആ BJP ഏറ്റെടുത്തോടുകൂടി ഇത് ഈ കരുവന്നൂർ സമയത്ത് ഹൈലൈറ്റ് ആയത്, അല്ലെങ്കിൽ അത് ഒതുക്കിപ്പെടുമായിരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ളകളുടെ യഥാർത്ഥ സ്ഥിതി, ഇതിലെ പ്രതികളെ പൊതുജനങ്ങളിലേക്ക് മുന്നിൽ കൊണ്ടുവരും, നിയമപരമായിട്ട് അവരെ ശിക്ഷിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ ആ പണം, തട്ടിയെടുത്ത പണമെല്ലാം തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേദികളിലും ആലത്തൂരിലെ BJP-യുടെ സ്ഥാനാർത്ഥിയോടൊക്കെ ഈ ഒരു വിഷയം പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് അതൊക്കെ വ്യാപകമായിട്ട് വൈറലാണ്. ഇതിലൊക്കെ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കരുവന്നൂരിലെ യഥാർത്ഥത്തിലുള്ള ഈ ബാങ്ക് തട്ടിപ്പ് വീരന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ BJP-ക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, BJP-ക്ക് പിന്നെ ഇപ്പൊ രണ്ടാമത് അധികാരത്തിൽ വരേണ്ട കാര്യം ഇതുവരെയുള്ള നടപടികൾ ED എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടപടികളൊക്കെ തന്നെ ഒരു കരുവന്നൂർ ശരിക്കും പൂട്ടിയിട്ടുണ്ട്. ഇപ്പം നരേന്ദ്രമോദിയുടെ പ്രഖ്യാപന അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 25,000 നിക്ഷേപകരാണ് തൃശ്ശൂർ ജില്ലയിൽ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒക്കെ തന്നെ ഞങ്ങൾ വിവിധ രീതിയിൽ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കം പറപ്പുകര നടത്തിയിട്ടുണ്ട്. അവിടെ പറപ്പുകര പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിട്ട് അവിടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. പുത്തൂര് സമരം നടത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ ഈ പ്രശ്നങ്ങൾ ഇഷ്യൂ ബേസിൽ ഞങ്ങൾ എടുത്തിട്ട് അവിടെ സമരം നടത്തിക്കൊണ്ട് നിയമപരമായ പോരാട്ടങ്ങൾക്കും അവർ പിന്തുണ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP-യുടെ SRN സെല്ലാണ്. അപ്പോൾ അതിൻ്റെ ജില്ലാ കൺവീനർ ചുമതല എനിക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ 8 അംഗ ടീം വൈഡായിട്ട് ഈ മേഖലയിൽ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ പാർട്ടി ജില്ലാ നേതൃത്വം അന്വേഷിച്ച പൂർണ്ണ പിന്തുണയോടുകൂടി ചെയ്യുന്നതൊക്കെ. അപ്പോൾ വോട്ട് ചെയ്തിറങ്ങുന്ന ആളുകൾ ഇന്ന് വോട്ട് ചെയ്തിറങ്ങുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നിയത് ഇപ്പോൾ ഒരു ഇടതുപക്ഷത്തായിട്ട് നല്ല ചിന്തിക്കുന്ന ആളുകൾ പോലും ഈ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തെന്നൊരു സംതൃപ്തി ഞങ്ങൾക്ക് വന്നിട്ടുണ്ടത്. അത് മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ അവർ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സ്ത്രീജനങ്ങൾ ഞാൻ പൊതുവെ സുരേഷ് ഗോപിയെ കയ്യിലെടുത്തു കഴിഞ്ഞു, അവർ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. കരുവന്നൂരിലേക്ക് വിഷയം ഇതാണ്, BJP-ക്ക് പോസിറ്റീവ് ആവുന്ന പ്രതീക്ഷിക്കുന്നു. പോസിറ്റീവ്. അത് ഇന്നത്തെ ഈ വോട്ടെടുപ്പ് വലിയ രീതിയിൽ ഇരിഞ്ഞാലക്കുടയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ തന്നെ കരുവന്നൂർ മാത്രമല്ല, കരുവന്നൂർ വലിയ ഇഷ്യൂ ചെയ്ത് മാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ ഓട്ടോ സഹകരണ സംഘം അവിടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആ പണം എടുത്തുകൊണ്ട് പോയത് 2.5 കോടി. അത് വിളിച്ചിട്ട് വരും തുമ്പൂര് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ 3 സംഘങ്ങളിൽ നിന്നായിട്ട് വലിയ തട്ടിപ്പ് കുറേ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊരു ഇതൊക്കെ അവർക്കൊരു ആശ്രയം എന്ന രീതിയിൽ ഞങ്ങൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. വളരെ നന്ദി ചേട്ടാ ഈ ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചു. കരുവന്നൂർ വിഷയം കേരളത്തിന് പുറത്തും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ബാങ്ക് തട്ടിപ്പ് കേസായി മാറിയിരിക്കുകയാണ്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ഈ ഒരു ദിവസം അത് എത്രത്തോളം വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും എല്ലാം ബാധിക്കുമെന്നും BJP-ക്ക് ഇത് എത്രത്തോളം വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നൊക്കെ നമുക്ക് ജൂൺ 4-ാം തീയതി കണ്ടറിയാം. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.